കോതമംഗലത്തെ സോന എൽദോസിന്റെ ആത്മഹത്യയെ ലവ് ജിഹാദ് അല്ലെന്ന് വരുത്തി തീർക്കാൻ പോലീസ് ശ്രമം. മതം മാറ്റാൻ ശ്രമിച്ചതാണ് മകളെ മരണത്തിലേക്ക് നയിച്ചത് എന്ന അമ്മയുടെ പരാതി കോതമംഗലം പോലീസ് സ്വീകരിച്ചില്ല. സോനയുടെ അകന്ന ബന്ധുവിന്റെ പരാതിയിലാണ് നിലവിൽ എഫ്ഐആർ ഇട്ടിട്ടുള്ളത്. അമ്മയുടെയും സഹോദരന്റെയും മൊഴിയിൽ ഇതുവരെയും കോതമംഗലം പോലീസ് കേസെടുത്തിട്ടില്ല. ജനം ബ്രേക്കിംഗ്. മകളുടെ മരണത്തിന് ഉത്തരവാദികൾ ആൺസുഹൃത്തായ റമീസും മാതാപിതാക്കളുമാണെന്ന് മരിച്ച സോനയുടെ അമ്മ ആവർത്തിച്ചു പറയുന്നു. നിർബന്ധിച്ച് മതം മാറ്റാനുള്ള ശ്രമവും തുടർന്നുണ്ടായ മാനസിക ശാരീരിക പീഡനങ്ങളിലും മനംനൊന്താണ് സോന മരിച്ചതെന്ന് അമ്മയും സോനയുടെ കൂട്ടുകാരിയും പോലീസിന് മൊഴി നൽകി. എന്നാൽ മൊഴിയിൽ ഇരുവരെയും കൊണ്ട് ഒപ്പിട്ട് വാങ്ങിയില്ല. മകളുടെ മരണത്തിൽ ദുരൂഹതകളുണ്ടെന്ന് കാട്ടി അമ്മ പരാതി നൽകാൻ തയ്യാറായെങ്കിലും ഇനിയൊരു പരാതി വേണ്ട എന്ന് മൊഴിയെടുക്കാനെത്തിയ പോലീസുകാർ പറഞ്ഞതായി സോനയുടെ സഹോദരൻ ബേസിൽ പറഞ്ഞു. ഇപ്പൊ നിലവിൽ എഫ്ഐആർ എടുത്തേക്കുന്നത് മറ്റേ നമ്മുടെ ഒരു റിലേറ്റീവിന്റെ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹോസ്പിറ്റലിൽ നിന്ന് എൽദോസ് എന്ന് പറഞ്ഞു. അതിനുശേഷം അമ്മയുടെയും മറ്റേ ജോൺസിയുടെയും വന്ന് കോതമംഗലത്തുനിന്ന് വന്ന് മൊഴിയെടുത്തപ്പോ അമ്മ ചോദിച്ചു, ഞങ്ങൾ പരാതി എഴുതി തരണ്ടെന്ന് ചോദിച്ചു. അപ്പൊ വേണ്ട, അത് വേണ്ട, ഇത് മതി എന്നും പറഞ്ഞ് മൊഴി എടുത്തോണ്ട് പോയി. ഒപ്പൊന്നും ഇടിച്ചില്ല മൊഴിയില്. പിന്നെ ഈ പരാതി വേണമെന്ന് വെച്ചപ്പോ അവരന്നേരം വേണ്ട, അത് വേണ്ട, എഴുതി തരണ്ട, ഇത് തന്നെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ മൊഴി എടുത്തോണ്ട് പോയത്. ഇനിയിപ്പോ എങ്ങനെയാന്ന് അറിയില്ല അതിന്റെ പ്രൊസീജിയേഴ്സ്. സോനയുടെ മരണമറിഞ്ഞെത്തിയ ഇവരുടെ അകന്ന ബന്ധുവായ പുതുപ്പാടി സ്വദേശി എൽദോസ് വിൽസൺ എന്നയാളുടെ മൊഴിപ്രകാരമാണ് നിലവിൽ എഫ്ഐആർ ഇട്ടിട്ടുള്ളത്. സോനയുടെ ആത്മഹത്യാക്കുറിപ്പിൽ റമീസും മാതാപിതാക്കളും തന്നെ മതം മാറാൻ നിർബന്ധിച്ചതായി എഴുതിയിരുന്നു. എന്നാൽ ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ പുറത്തു പറയരുതെന്ന് പോലീസ് ബന്ധുക്കളോട് ആവശ്യപ്പെട്ടു. പോലീസിന്റെ ഭാഗത്തു നിന്ന് നീതി ലഭിക്കില്ല എന്ന് ഉറപ്പായതോടെയാണ് കുടുംബം ആത്മഹത്യാക്കുറിപ്പ് പുറത്തുവിട്ടത്. സോനയുടെ ആത്മഹത്യാക്കുറിപ്പടക്കം ജനം TV വാർത്ത നൽകിയതോടെയായിരുന്നു റമീസിന്റെ അറസ്റ്റ്. നിഷ ദിലീപ്, ജനം, കൊച്ചി.